എല്ലാം സദഖയാണ്. സുബ്ഹാനല്ലാഹ് സദഖയാണ്, അൽഹംദുലില്ലാഹ് സദഖയാണ്. നിന്റെ ഭാര്യയുടെ അവയവത്തിൽ നീ ചെല്ലുന്നത് പോലും സദഖയാണ്. കാരണം ഇല്ലെങ്കിൽ അവൾ അത് ഹറാമിൽ ചെലവാക്കിയാലോ, അപ്പോൾ അത് കുറ്റാവുമല്ലോ. അപ്പോൾ അത് ഹലാലിൽ ചെലവാക്കുന്നത് എന്താണ്? കൂലി. നിങ്ങൾ ഉറങ്ങി മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? സദഖയാണെന്ന് ഹബീബായ നബി. അപ്പോൾ ഒരാൾ ഹബീബായ നബിയോട് ചോദിച്ചു, ഭാര്യമാരോട് വികാരം തീർത്താൽ അതിൽ കൂലി കിട്ടുമോ നബിയേ? ഇമാം മുസ്ലിം തന്നെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാര്യയോട് ഒരാൾ തന്റെ ശാരീരിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഭാര്യയെ സമീപിച്ചു, ആവശ്യം നിർവഹിച്ചാൽ അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടുമോ? ഫഖാല. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ലൗ വളഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹി ഫീഹാ വിസ്റാ. അതവൻ ഹറാമിൽ ചെലവാക്കിയാൽ അപ്പോൾ കുറ്റം കിട്ടൂലേ? അത് കിട്ടും. എന്നാ പിന്നെ ഹലാലിൽ ചെലവാക്കിയാൽ എന്ത് കിട്ടണം? കൂലി കിട്ടണം. സ്വലാത്തുള്ള വളരെ ചിന്തിക്കണം. നമ്മളെ ഭാര്യ, അവരെ ഹലാല്, അവർ വേറൊരാളെ പറ്റി ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളെ ഉത്തരവാദിത്ത. നോക്കൂ, ഇനി വലിയ രസകരമായ 1-2 സംഭവം പറഞ്ഞുതരാം. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഇന്ന സൗജത ഉസ്മാൻ ബിൻ മലൂൻ. ഉസ്മാൻ ബിൻ മലൂൻ എന്ന ഒരു സൂഫിയായ മനുഷ്യനുണ്ടായിരുന്നു. എപ്പോഴും നിസ്കരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? എപ്പോഴും നിസ്കരിക്കുന്ന നോമ്പൊൽക്കും. പകല് മുഴുവനും നോമ്പ്, രാത്രി ഫുള്ള് നിസ്കാരം. അങ്ങനത്തെ ഒരു ആളുണ്ടായിരുന്നു. സ്വഹാബിയ, നല്ല മഹാനായ സ്വഹാബിയ. പഴയ കാലത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും മൈലാഞ്ചി അണിഞ്ഞിരുന്നു, സുഗന്ധം പൂശിയിരുന്നു. ഒരിക്കൽ ഈ സ്ത്രീ, ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്മാൻ ബിൻ മലൂന്റെ ഭാര്യ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നു. തറക്കത്ത് ദാലിക, സുഗന്ധമില്ല, മൈലാഞ്ചി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അലയ്യ ബിദൂനി ത്വയ്യിബിൻ, ഒരു സുഗന്ധമില്ല, വല ഖിലാബിൻ, മൈലാഞ്ചി അണിഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ വീട്ടിൽ കയറി വന്നു. ആര് പറയാ? ആയിഷ ബീവി പറയാം. ഫതഅജ്ജബ്തു, ഞാൻ അത്ഭുതപ്പെട്ടു. നല്ല നവോഢയായി അണിഞ്ഞൊരുങ്ങിയിരുന്ന പെണ്ണായിരുന്നല്ലോ ആര് ഇവര്, എന്തിപ്പോ ഇവർക്ക് പറ്റിയത്? അപ്പോൾ ഞാൻ ചോദിച്ചു, മാ ഹമലക അലാ ദാലിക്, ഇപ്പോഴെന്താ നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു കോലത്തിൽ എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ ഇന്ന ഉസ്മാന ലാ യുരീദു ദുനിയ, ഉസ്മാൻ ദുനിയാവ് വേണ്ട, വലാ യുരീദു നിസാ, പെണ്ണുങ്ങളും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞാൻ? ആർക്ക് വേണ്ടിയാണ് ഞാൻ അണിഞ്ഞൊരുങ്ങുന്നത്? അതാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആയത്. ഫദഖലൻ നബിയു, ഈ സ്ത്രീയുമായി സംസാരം കഴിഞ്ഞു, പിരിഞ്ഞു. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി വീട്ടിലേക്ക് വന്നത്. ആയിഷ ബീവിയോട് ആയിഷ ബീവി പറയാണ്, ഫഅഖ്ബർതുൻ നബിയ, ഈ സംഭവം ഞാൻ ആരോട് പറഞ്ഞു? റസൂലുള്ളാഹിനോട്. ഉടനെ ഫദഅൻ നബിയു ഉസ്മാൻ ബിൻ മൽഊൻ, ഉടനെ റസൂലുള്ളാഹി ഉസ്മാനെ വിളിപ്പിച്ചു. ഫഖാല, ഇനി ചോദിക്കണം, ചോദ്യമാണ് കേൾക്കണ്ടത്. വല്ലാതെ സൂഫിയാകുന്ന കുറച്ച് ആളുകളുണ്ട്, എല്ലാം ശ്രദ്ധിക്കണം. അതിര് വിട്ട സൂഫിയാളുണ്ട്, നല്ല പോലെ ശ്രദ്ധിക്കണം. ചോദിക്കണം എങ്ങനെ? തുഅ്മിനു ബിമാ നുഅ്മിനു ബിഹി, ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അല്ലേ നിന്റെയും വിശ്വാസം എന്ന് ചോദിച്ചു. അങ്ങനെ ചോദ്യം. നിനക്കായിട്ട് വേറൊരു അള്ളയും വേറൊരു ഇസ്ലാം മതവും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യാ റസൂലല്ലാഹ്, ഉമ്മിനു ബിമാ തുഅ്മിൻ, നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഉസ്വത്തുൻ ലക്, എന്നാ എന്നെ പിൻപറ്റിക്കോ. ഞാൻ ഭാര്യമാരടുത്ത് പോവും, ഉറങ്ങും, സന്തോഷിക്കും, ചേരും, അവരെ തൃപ്തിപ്പെടുത്തും, ഇതൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ പുറത്ത് പോകേണ്ടി വരും എന്ന് ഹബീബാ നബി പറഞ്ഞു. വല്ലാത്ത ചില സൂഫികളുണ്ട്. അങ്ങനെ പലരും പല രീതിയാണ്. ചില ആളുകൾ അങ്ങനെ ഒരു തൽക്കാലം ഒരു തൊഴിലിന് വേണ്ടി പോകുന്നതൊക്കെ അതും ഒരു സഹിക്കാം. ചില ആളുകൾ ഭാര്യമാരെ തീരെ ഗൗനിക്കാതെ എന്തു ചെയ്യും? ഇസ്ലാമിൽ ഒരു നിലക്കും ഒരു നിർബന്ധമോ എന്നാൽ സുന്നത്താണെന്ന് പോലും ഇമാമിങ്ങൾ പറയാത്ത ചില യാത്രകൾ പോകും. 40 ദിവസം യാത്ര പോവുക, 3 മാസം പോവുക, 6 മാസം പോവുക, ഇങ്ങനെയൊക്കെയുള്ള ചില രീതികളുണ്ട്. ആ രീതികളും അത്ര ഗുണകരമായ കാര്യമൊന്നുമല്ല. ഭാര്യയാണ് പ്രധാനം. 4 ദിവസത്തിലൊരിക്കൽ കഴിവുള്ള ഒരാൾ ഭാര്യ, അവർക്ക് ഉദിറ് പറയാം. ആർക്ക്? ഗൾഫുകാർക്ക് വേണമെങ്കിൽ ഉദിറ് പറയാം. ഈ ഭാര്യമാര് സൗകര്യമൊക്കെ ഉള്ള ആളുകള് ഭാര്യ ഇവിടെ വീട്ടിലിട്ടിട്ട് ഈ 5-6 മാസം ഇങ്ങനെ പോകുന്നതിന് എന്ത് ഉദിറാണ് പറയുക എന്നും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ചിന്തിക്കണം. 4 ദിവസത്തിലൊരിക്കൽ കഴിവുള്ള ഒരാൾ ഭാര്യയോട് ചോദിക്കണം എന്നാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. വേറെയും സംഭവങ്ങൾ കാണാം. വേറൊരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ
ഹിജ്റയുടെ കാലത്ത് ശ്രദ്ധിക്കുന്നില്ലേ സൽമാൻ അൽ ഫാരിസിയുടെ സഹോദരനായിരുന്നു അബൂദർദാ റളിയല്ലാഹു അൻഹു. അബൂദർദാ അതായത് സഹോദരന്മാരല്ല, മുഹാജിരിങ്ങൾ അൻസാരിങ്ങൾ എന്ന നിലയ്ക്ക് റസൂലുള്ള സഹോദരന്മാരാക്കിയതാണ്. ആരെയും സൽമാനെയും അബൂദർദാഇനെയും. ഒരിക്കൽ സൽമാൻ അബൂദർദാഇന്റെ വീട്ടിൽ വന്നു. സൽമാൻ ബഹുമാനപ്പെട്ട അബൂദർദാഇന്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഒരു അഴകുമില്ല, ഒരു ഭംഗിയുമില്ല, ഒരു നല്ല വസ്ത്രവും അണിഞ്ഞിട്ടില്ല, ഒരു രൂപത്തിലുണ്ട് ഇങ്ങനെ അബൂദർദാഇന്റെ ഭാര്യ. അപ്പോൾ ചോദിച്ചു മാഷൈനുക്കി എന്തെങ്ങനെയൊക്കെ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അയാൾ നേരം വെളുക്കുന്നത് വരെ നിസ്കരിക്കും, എന്നാ നേരം വെളുത്താൽ ഇയാളെ കിട്ടും. അപ്പോൾ യസുമുന്നഹാറ പകല് വരെ വൈകുന്നേരം വരെ നോമ്പ് നിൽക്കും. എനിക്കൊരു ഉപകാരത്തിന് കിട്ടില്ല. ഇനിയിപ്പോ ഞാൻ ദുന്യാവിൽ ഒരുങ്ങിയിട്ടൊന്നും ആർക്ക് വേണ്ടിയാണ് എന്ന് ഉമ്മുദ്ദർദാവ് പറഞ്ഞു. ആരോട്? സൽമാനോട്. അപ്പോൾ സൽമാൻ പറഞ്ഞു ഞാൻ ഇന്ന് പോകുന്നില്ല, ഇതിനെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇന്ന് പോകുന്നു. അവിടെ ഇരുന്നു വീട്ടിൽ. സ്വഹീഹുൽ ബുഖാരി ഹദീസ, സ്വഹീഹുൽ ബുഖാരി. കുറച്ച് കഴിഞ്ഞാൽ അബൂദർദാ കയറി വന്നു. കുറെ ഭക്ഷണം ഉണ്ടാക്കി വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നേരെ അബൂദർദായിന് പകല ഭക്ഷണം വെച്ചു കൊടുത്തു. സൽമാൻ അബൂദർദാ ഭക്ഷണം വെച്ചു കൊടുത്തു സൽമാന്. ഇത്വാം കഴിക്കുന്ന പറഞ്ഞു സൽമാനോട്. സൽമാൻ പറഞ്ഞു ഇത്വാം നിങ്ങളും കഴിക്കും. എനിക്കിന്ന് നോമ്പാന്ന്. അപ്പോൾ പറഞ്ഞു അള്ളാനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യാണ്, മര്യാദക്ക് നോമ്പ് കുറിക്കുന്ന മര്യാദക്ക് മുമ്പ് നോമ്പ് കുറിക്കുക. നിങ്ങൾ കഴിക്കാതെ ഞാൻ കഴിക്കുകയില്ല നിങ്ങളെ വീട്ടിൽ നിന്ന്. അങ്ങനെ നോമ്പ് മുറിച്ചു, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ സൽമാൻ പറഞ്ഞു ഇന്ന് ഞാൻ പോകുന്നില്ല, ഇന്ന് ഇവിടെ തന്നെ കൂടാണ്. അങ്ങനെ വിരുന്നുകാരനായി. പകലാണ് ഈ സംഭവം. എന്നിട്ട് രാത്രിയും വിരുന്നുകാരനായി. ആരടുത്ത്? അബൂദർദാഇന്റെ വീട്ടിൽ. ഇശ നിസ്കരിച്ച് വന്ന ഉടനെ തന്നെ വീട്ടിന്റെ റൂമിൽ പൂമുഖത്ത് പായിട്ടിട്ട് പിന്നെ നിസ്കരിക്കാൻ നിൽക്കാണ്. ആര്? അബൂദർദാ. സൽമാൻ നിസ്കാരപ്പായ പിടിച്ചു വാങ്ങിയിട്ട് ചുരുട്ടി വെച്ചിട്ട് അകത്ത് പോന്ന് പറഞ്ഞു. നിന്റെ നഫ്സിനോട് കടമയുണ്ട്, റബ്ബിനോട് കടമയുള്ളതുപോലെ ഭാര്യയോട് കടമയുണ്ട്. വളരെ ചിന്തിക്കണം. ചില ആളുകൾ ഈ കാര്യത്തിലൊക്കെ വളരെ അമാന്തം കാണിക്കുന്നവരുണ്ട്. പല സഹോദരിമാരുടെയും എഴുത്ത് ചില പരിപാടികളിലൊക്കെ കിട്ടുന്നതിൽ നിന്ന് മൊത്തം നമുക്ക് ഇന്നത്തെ സമൂഹത്തിന് ചില ചിത്രങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ വിഷയത്തിലൊക്കെ സ്ത്രീ പീഡനം, പീഡനമല്ലാത്ത ഒരു തരം പീഡനം, എന്നാൽ അത് തന്നെയാണ് പീഡനം. ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഏതായാലും ഇത് പറഞ്ഞു. അങ്ങനെ അബൂദർദാനെ വീട്ടിന്റെ അകത്തേക്ക് കയറ്റി. നിസ്കരിച്ചോ വൃത്തിയായിലൊക്കെ, പക്ഷേ ഭാര്യ അടുത്ത് ചെല്ല്. ഓരോരുത്തരുടേക്കും അവരുടെ അവകാശം നൽകുക എന്ന് പറഞ്ഞു. ഇനിയാണ് രസം. നേരം വെളുത്തതോടുകൂടെ അബൂദർദാനാകെ ദേശത്തിലാണ് റളിയല്ലാഹു അൻഹു. നേരം വെളുത്തപ്പോൾ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ചെന്നു. പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച ഉടനെ ഹബീബായ നബിയോട് പറഞ്ഞു, നബിയെ ഇന്നലത്തെ എന്റെ നോമ്പുവൻ മുറിപ്പിച്ചു, ഇന്നലെ നിസ്കാരം ഒഴിവാക്കി രാത്രി. അബൂദർദാ അന്യായം പറഞ്ഞു. ആരോട്? ഹബീബായ നബിയോട്. അപ്പോൾ പറഞ്ഞു സ്വദഖ സൽമാൻ, സ്വദഖ സൽമാൻ. സൽമാനാൻ ചെയ്തത് ശരി, സൽമാൻ ചെയ്ത ശരി. വളരെ ചിന്തിക്കണം. ഒരാൾക്ക് അവന്റെ ശരീരത്തോടും അവന്റെ എണ്ണയോടും ശാരീരിക ബന്ധത്തോടും എല്ലായിടത്തോടും കടമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത് വീട്ടിൽ പെണ്ണിനെ അങ്ങനെ കെട്ടി നിർത്തും, എന്നിട്ട് അങ്ങനെ സോഫിയായി നടക്കും. ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇനി ശാരീരിക കാര്യങ്ങളിൽ ഓടിച്ചൊന്ന് പറഞ്ഞുതരാം. ഹബീബായ റസൂൽ പറഞ്ഞു, മൃഗങ്ങൾ തന്റെ ഇണകളെ പ്രാപിക്കുന്നത് പോലെ ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കാൻ പാടില്ല.
വലാകിൻ ബൈനഹുമാ റസൂലുൻ, അവർക്കിടയിൽ ഒരു ദൂതനെ അയക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ ചോദിച്ചു വമാ റസൂൽ, എന്താണ് ദൂതൻ നബിയെ? ഫഖാല അൽ ഖുബ്ലത്തു വൽ കലാം, തന്റെ ഇണയോട് ശാരീരികമായ ബന്ധം പുലർത്തുന്നതിന് മുമ്പ് അവളോട് നല്ല വാക്കുകൾ സംസാരിക്കുകയും വികാരവായ്പുള്ള വാക്കുകൾ നല്ല മനോഹരമായി സന്തോഷിപ്പിക്കുന്ന